കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിലൊന്നായിരുന്നു ഡോക്ടർ ജെ.വി. വിളനിലത്തിന് എതിരെ SFI നടത്തിയ പ്രക്ഷോഭം. അത് കേവലം ഒരു വൈസ് ചാൻസലർക്ക് എതിരെ നടത്തിയ പ്രക്ഷോഭം മാത്രമായിരുന്നില്ല, അത് കേരളത്തിലെ സർക്കാരിനെതിരെ നടത്തിയ സമരവും കൂടിയായിരുന്നു. വ്യാജ ഡോക്ടറേറ്റ് സമർപ്പിച്ച ഒരാളെ VC-ആയി നിയമിക്കുക, ആ VC-യെ സർവകലാശാല ക്യാമ്പസിൽ കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ച് SFI സമരരംഗത്തിന് ഇറങ്ങുക. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം. കേരളമൊന്നാകെ ആ സമരം ഏറ്റെടുക്കുന്ന കാഴ്ചയും നാം കണ്ടു. തിരുവനന്തപുരമായിരുന്നു സമരഭൂമി. നിരവധി വിദ്യാർത്ഥികൾ പോലീസിന്റെ അടിയേറ്റ് വീണു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭം ആളിക്കത്തുകയുണ്ടായി. അത് ഒരു വൈസ് ചാൻസലറെ സർവകലാശാലയിൽ കടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമായിരുന്നു. അതേ കാര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആണ് എന്നാണ് SFI നൽകുന്ന മുന്നറിയിപ്പ്, ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നൽകുന്ന മുന്നറിയിപ്പ്. കേരള ഗവർണർ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എത്രയോ മുമ്പ് തന്നെ നാം കണ്ടതാണ്. അതിനെ ചേർത്ത് തോൽപ്പിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളാണ്, യുവജന സംഘടനകളാണ്, പുരോഗമന പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിരോധം തന്നെ സൃഷ്ടിച്ചു. അപ്പോഴും അതിനെ മറികടക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. BJP-യുടെ സംഘപരിവാറിന്റെ ആയുധമായി കയ്യാളായി മാറുന്ന ഗവർണറെ നാം കണ്ടു. അദ്ദേഹം കാട്ടിക്കൂട്ടിയതെല്ലാം നാം കണ്ടതാണ്. SFI-യെ ക്രിമിനൽ സംഘം എന്ന് പോലും വിളിച്ചുകൊണ്ട് ഗവർണർ തെരുവിലിറങ്ങി നടക്കുന്ന കാഴ്ച, തെരുവിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്ന കാഴ്ച, പ്രതിഷേധ മുദ്രാവാക്യം കേട്ടാൽ വിരളി പിടിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ ചെയ്തികളെല്ലാം കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം കാട്ടിക്കൂട്ടിയതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എല്ലായ്പ്പോഴും അദ്ദേഹം അത്യന്തികമായി പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. മാധ്യമങ്ങൾ ഗവർണറോടൊപ്പം നിൽക്കും, UDF ഗവർണറോടൊപ്പം നിൽക്കും, എതിരേറെ പറയുന്നു സംഘപരിവാർ സംഘടനകളും ഗവർണറോടൊപ്പം നിൽക്കും. അതിനെയെല്ലാം ചേർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടത് യുവജന പുരോഗമന പ്രസ്ഥാനങ്ങൾ ഗവർണറുടെ കാവ്യവൽക്കരണ നീക്കത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു. ഏത് നിമിഷവും അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണർ പദവി കിട്ടുമോ, കേരളത്തിലെ ഗവർണർ പദവി തന്നെ തുറന്നു പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തുക എന്നതല്ല, സംഘപരിവാറിന്റെ ആയുധമായി കയ്യാളായി പ്രവർത്തിക്കുക എന്ന രീതിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തരം താണിരിക്കുന്നു. കോടതി വിധി പോലും ബാധകമല്ല എന്നാണ് അദ്ദേഹം കരുതുന്നത്, പറയുന്നത്, അദ്ദേഹം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നിന്ന് നല്ല തിരിച്ചടി കിട്ടിയത്. പക്ഷെ മാധ്യമങ്ങളൊന്നും ആ വാർത്ത നൽകിയില്ല. ഒരു മാധ്യമവും അന്തിച്ചർച്ച നടത്തിയില്ല. അത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ അടി, ആ അടി കിട്ടിയ തൊട്ടടുത്ത ദിവസം അതുപോലും മാനിക്കാതെ, അടി കിട്ടിയത് പോലും അറിയാത്ത രൂപത്തിൽ അദ്ദേഹം അതേ തീരുമാനം നടപ്പാക്കാൻ തയ്യാറെടുക്കുന്നു. ആ കോടതി വിധിയെ തള്ളി കോടതിയെ തന്നെ അവഹേളിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു. 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം കോടതിയിൽ പോയത് എന്തിനാണ്? അദ്ദേഹം കോടതിയിൽ പോയത് സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചിരുന്നു. അത് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അതിനു മുമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ അയോഗ്യനാക്കിയ സുപ്രീം കോടതി വിധിയുണ്ട്. അതിൽ പറയുന്നു സർക്കാർ ഇടപെട്ടു വൈസ് ചാൻസലർ നിയമനത്തിൽ എന്നാണ്, സർക്കാർ ഇടപെട്ടു എന്നാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നു എന്നാണ്, സർക്കാർ ഇടപെടാൻ പാടില്ല. ആ വിധി വന്നിരിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ടിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ സാങ്കേതിക സർവകലാശാല നിയമം അതിന് നേരെ വിരുദ്ധമാണ്. ആ നിയമം വെച്ച് ഹൈക്കോടതി ഇതിനു മുമ്പ് സിസ തോമസിനെ നിയമനം റദ്ദാക്കുകയും സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നായിരിക്കണം താൽക്കാലിക VC-മാരെ നിയമിക്കേണ്ടത് എന്ന് ഉത്തരവിടുകയും ചെയ്തു. ആ വിധിയിൽ സിസ തോമസിനെതിരെയുള്ള വിധിയിൽ വ്യക്തത വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി വ്യക്തമായും പറഞ്ഞു, സുപ്രീം കോടതി വിധി കണ്ണൂർ സർവകലാശാല നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സാങ്കേതിക സർവകലാശാല നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി പറയുന്നത്. അതുകൊണ്ട് ഇതിൽ വ്യക്തത വരുത്തേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറുടെ ഹർജി തീർപ്പാക്കുകയാണ് ചെയ്തത് ഹൈക്കോടതി വിധി സിസ തോമസിന് എതിരെ വന്ന വിധി. ആ വിധി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം, എന്ന് വെച്ചാൽ ഗവർണറുടെ നിലപാട് ഹൈക്കോടതി തള്ളിയതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇതേ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി നിയമിക്കുന്നു. സർക്കാർ കൊടുത്ത പട്ടികയിൽ നിന്ന് നിയമിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് സിസ തോമസിനെ നിയമിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാല VC-ആയി. സർക്കാരിന്റെ പട്ടിക ഗവർണറുടെ ഓഫീസിൽ കിടക്കുകയാണ്, ഗവർണറുടെ മുന്നിൽ കിടക്കുകയാണ്. ആ പട്ടികയിൽ ഇല്ലാത്ത ഒരാളെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി സിസ തോമസിനെ നിയമിക്കുന്നു. അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാല VC-ആയി ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിക്കുന്നു. സാങ്കേതിക സർവകലാശാലയുടെ വിധിയിലാണ് സിസ തോമസ് നേരത്തെ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC-ആയി നിയമിച്ചതിനെതിരെ സർക്കാർ കൊടുത്ത വിധിയാണ്.
ആ വിധിയിലാണ് പറഞ്ഞത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് താൽക്കാലിക VC നിയമിക്കണം എന്നും. എന്നാൽ ആ പട്ടിക പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഡോക്ടർ കെ ശിവപ്രസാദിനെയും വൈസ് ചാൻസലറായി നിയമിക്കുന്നു ഗവർണർ. എന്ന് വെച്ചാൽ കോടതി വിധിയെ മാനിക്കുന്നില്ല, കോടതിയെ അവഹേളിക്കുന്നു. ഈ നീക്കത്തിന് എതിരെ സ്വാഭാവികമായി പ്രതിഷേധം ഉയരും. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഇന്നിതാ SFI പ്രവർത്തകർ VC തടയുന്ന സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തുടക്കം സാങ്കേതിക സർവകലാശാലയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. VC തടഞ്ഞുകൊണ്ടാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. VC സർവകലാശാലയിൽ കയറ്റില്ല എന്ന നിലപാട് SFI പ്രഖ്യാപിച്ചു. ആ നിലപാടിനോടൊപ്പമാണ് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെ സർക്കാരിനെ വെല്ലുവിളിച്ച് ഗവർണർ നടത്തുന്ന നിയമനം, ആ നിയമനത്തിന് എതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ. അതോടൊപ്പം കേരളം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കം അതിന് തടഞ്ഞേ തീരൂ. കാരണം ഇത് കേരളമാണ്. കേരളത്തിൻ്റെ ഒരു നിലപാടുണ്ട്, കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഗവർണറല്ല, അതിനേക്കാളും വലിയ ആര് വന്നാലും അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ചെറുത്ത് തോൽപ്പിച്ച ചരിത്രമാണ് കേരളത്തിൻ്റെത്. അതാണ് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ UDFന്റെ നിലപാടെന്ത്, കോൺഗ്രസിന്റെ നിലപാടെന്ത്, KSUവിന്റെ നിലപാടെന്ത്, MSFന്റെ നിലപാടെന്ത്? ഇത് പക്ഷേ പറയുന്നില്ല. ഈ സംഘടനകൾ മൗനം പാലിക്കുകയാണ്. മൗനത്തിലൂടെ ഗവർണർക്ക് പിന്തുണ കൊടുക്കാനാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം കേരളത്തിൽ CPM വിരുദ്ധ, ഇടത് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി, SDPI, കോൺഗ്രസ്, BJP, സംഘപരിവാർ, മുസ്ലിം ലീഗ്, അങ്ങനെ എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതാണ് ഇപ്പോൾ ഗവർണറുടെ ഈ നീക്കത്തിലും കാണുന്നത്. അത് കേരളത്തിന് വിനാശകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അത് കേരളത്തിൽ നടക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതാണ് കേരളത്തിൻ്റെ ചരിത്രം.